ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വെയിൽ, മുഖത്തിന്റെ നല്ല വെയിലടിക്കുന്നത്. അപ്പൊ നമ്മളങ്ങനെ സെമ്പൻ കുപ്പ എന്ന് പറയുന്ന ഒരു ടൗണിന്റെ തൊട്ടടുത്തുള്ള ഒരു ഇന്ത്യൻ ഓയിലിന്റെ പമ്പിലാട്ടോ. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് എന്താണെന്ന് അറിയില്ല, ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ് എപ്പോഴും കിട്ടുന്നത് അല്ലേ? വേറെ പമ്പിലൊന്നും സമ്മതിക്കുന്നില്ല, ഇന്ത്യൻ ഓയിലിന്റെ കറക്റ്റ് സമ്മതിക്കുന്നുണ്ട്. ഈ പമ്പ് കുറച്ച് പുതിയ പമ്പാട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. കിളി അറിയുന്നത് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ചുറ്റിനും ചെറിയ ഇല്ലിക്കൂട്ടം ഉണ്ട്, അതേപോലെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു നമ്മള് കറികളിലൊക്കെ ഇടുന്ന പയറുണ്ടല്ലോ, ആ പയറാണ് കേട്ടോ ഇത്. എനിക്ക് ഞാൻ പറഞ്ഞൊന്ന് പറയട്ടെ, നീ ഇടയ്ക്ക് കയറി പറയാ. ഇതെന്താ ഇത്? ഇല്ലിക്കൂട്ടം. താഴെ കൊക്കയുണ്ട്. കൊക്കയാണോ അത്? അല്ല, വേറെന്താ? അതേപോലെ ആത്തച്ചക്ക, അതേപോലെ വയലുണ്ട്, തെങ്ങ് കൃഷിയുണ്ട്. ഇങ്ങോട്ടൊക്കെ ഫുള്ള് കൃഷികളാണ്. അവിടെയൊക്കെ തെങ്ങുകൾ എന്തോരെ നിൽക്കുന്നത് അല്ലേ? ഇതൊക്കെ എന്താ സാധനങ്ങളാണോ? ഇത് പേരക്കല്ലേ? അത് പേരക്ക. ഇതും ആ സാധനം തന്നെ, ആ പയറ് പോലത്തെ സാധനം തന്നെ ഇത്. പിന്നെ ഇവിടെയാണ് ഒരു സർപ്രൈസ് ഉള്ളത്. ഇവരിങ്ങനെ മൂടി മൂടി ഇട്ടേക്ക് കേട്ടോ. ഇത് കണ്ടോ, 1 2. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ എണ്ണുണ്ട്. തണ്ണിമത്തനാണ് കേട്ടോ. തണ്ണിമത്തനാണോ? തൊണ്ട അങ്ങനെയാണ്, തണ്ണിമത്തനാണ് സാധനം. ഇവിടെയാണ് ചെറുതുണ്ടായി വരുന്നത്. ഇതിന്ന് പിന്നെ അത് വലുതായി വരുമ്പോഴത്തേക്ക് ആ സംഭവം പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വെയിലട്ടിട്ടായിരിക്കും. ഒരെണ്ണം പറിക്കണോ കുഞ്ഞാറ്റെ? കുഞ്ഞാറ്റെ ഇടയ്ക്കിടയ്ക്ക് പോയി തോണ്ടി നോക്കുന്നുണ്ടായിരുന്നു. മേടിച്ചു തരാം കുഞ്ഞിട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വണ്ടി ഒന്ന് കഴുകാനായിട്ടോ. വണ്ടീന്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും തട്ടിക്കുളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കാര്യമില്ല. അല്ല, എവിടെയെങ്കിലും വെള്ളം സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് തന്നെ കഴുകാം. ഇപ്പൊ കടയിൽ കയറ്റി കഴിയണം നിർബന്ധമില്ലല്ലോ. ഇവിടെ ശരിക്കും വെള്ളവും സൗകര്യമൊക്കെ ഉണ്ട്. എവിടെ? പൈപ്പടക്കം കണ്ടില്ലേ? ഇവിടെ വെച്ച് വണ്ടി കഴിയും, അവര് തന്നെ ഓടിക്കും. ഇത്ര വൃത്തിയായിട്ട് കിടക്കുന്ന പമ്പിൽ നല്ല വൃത്തിയുള്ള പമ്പ്. അവിടെയൊക്കെ ഫുള്ള് ചെടിയും കാര്യങ്ങളും. അപ്പുറത്തെ സൈഡിലേക്ക് ഒരു കുറെ ചെടിയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടപ്പോ ഇത് വിചാരിച്ചത് ഒരു 12 മണിക്കൂർ പമ്പായിരിക്കും. പക്ഷെ 24 മണിക്കൂർ എഴുതിയിട്ട് പോലും ഇല്ല അല്ലേ? മുട്ടയും കൂട്ടിയിടിച്ചിട്ട് മുട്ടയ്ക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. കുഞ്ഞുമുട്ട. അയ്യോ, തലയ്ക്ക് നല്ലത്. അങ്ങനെ നമുക്ക് പോവാ. ചേട്ടേ, ഈ പൂ അങ്ങ് കളഞ്ഞാലോ? അതറിയോ, ഇതിന്ന് ഇങ്ങനെ ഈ സാധനം ഇല്ലേ, ഇതൊന്നും അനങ്ങുന്നില്ല. പക്ഷെ ഇതിങ്ങനെ പൊടിഞ്ഞൊടിഞ്ഞ് വീഴുക. മൂക്കില് നമ്മളിങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ തന്നെയല്ലേ. ഇവിടെ കളയുന്നതിന്റെ ഗുണം എന്താണെന്നറിയോ? ഇവർക്ക് ഇവിടെ പൂവായിട്ട് ഇരുന്നോളൂ. ഇതിന്റെ വിത്താണ് ഇതിന്റെ ഉള്ളിൽ മൊത്തം. അങ്ങനെയാണെങ്കിൽ വേറെ ഒന്നും നമ്മൾ ഇവിടെ ഇട്ടിട്ടില്ലല്ലോ. അല്ല, ഇവർക്ക് പൂക്കളോടൊക്കെ ചെടികളോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർ. പോവാം, കുറച്ച് എണ്ണയും കൂടെ അടിച്ചിട്ട് നമുക്ക് ഒന്ന് പോവാവേ. അവരെന്താ കുഞ്ഞാറ്റ് പറഞ്ഞേ? എന്ത് വണ്ടി വേണമെന്ന് പറഞ്ഞോ അവര്? അയ്യോ, എന്റെ കൊച്ചിന് വണ്ടി വേണമെന്ന് പറഞ്ഞോ? കൊടുക്കില്ലേ? എന്തെടുത്തോട്ട് പോയിക്കോളാം എന്നിട്ട് പറഞ്ഞേ. സൈക്കിൾ എടുത്തിട്ട് പോയിക്കോളാൻ പറഞ്ഞവര്. നമുക്കെന്താ ക്ലാസ് ഒന്ന് കഴിയാലോ? ഫ്രണ്ട് ക്ലാസ് കഴിയില്ലേ? ആകാലം ഇതുണ്ടോ ഏട്ടേ, നമ്മള് പോകുന്നതിന്റെ 2 സൈഡിലുവേ ഫുള്ള് വാഴയാ. അത് വലിയ എനിക്ക് തോന്നുന്നു മറ്റേ ഈ എന്താ അതുകൊണ്ട്. പിന്നെ മറ്റേ റോമേസ്റ്റ് എന്ന് പറയുന്ന പഴല്ലേ? റോമസ്റ്റ, അങ്ങനെ എന്തോ പഴം ഉണ്ടല്ലോ. ആ പഴവും കുറെ കാണുന്നുണ്ട്. അതൊരു മറ്റേ കാപ്പി കളർ കളറിലുള്ള അതും കുറെ കാണുന്നുണ്ട്. ഇങ്ങനെ ഒന്നും കാണാനില്ല, റോഡ് മാത്രമേ കാണാനുള്ളൂ. ഒരു വീടുകൾ പോലും ഒന്നും കാണാനില്ലല്ലോ അല്ലേ? വാഴകൃഷി ഇഷ്ടം പോലെ ഉണ്ട്. വാഴകൃഷി നിറച്ചുണ്ട് ഈ ഒരു ഏരിയയില്. വാഴകൃഷി കുറെ ഉണ്ടെന്ന് തോന്നുന്നു. ചേട്ടേ, ഇങ്ങനെ റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. നീ റോഡിന്റെ വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഇത് കോൺക്രീറ്റ് വഴിയാ. കോൺക്രീറ്റോ? ഇത് സിമന്റ് ആണ്, ടാറല്ല. ഓ, ടാറല്ല അല്ലേ? ടാറിംഗ് ആണെങ്കിൽ നമുക്ക് ഇത്ര ഇതില്ല. ടാറിങ്ങിലാണ് യാത്ര സുഖം. ഇത് ചുമ്മാ ഇങ്ങനെ കടകടകടന്ന് അടിച്ചോണ്ടിരിക്കും. ഇത് പൊളിയൂലാന്ന് തോന്നുന്നു. പെട്ടെന്ന് പൊളിയില്ലായിരിക്കും. അപ്പുറത്തെ നെൽപ്പാടം കണ്ടോ, നല്ല ഗ്രീനറി ആയിട്ട്. അതും ഫുള്ള് നല്ല ഇങ്ങനെ എന്താ കതിരിങ്ങനെ ഇട്ട് തുടങ്ങിയ ഒരു പച്ചപ്പില്ലേ, ആ പച്ചപ്പാണല്ലോ അത്. നമ്മളടുത്ത് ഇതിലേ ഇറങ്ങാൻ പറയുന്നു. ഇതിലെയോ? അതിനെന്താ നമുക്ക് ഇറങ്ങാലോ?
ഇറങ്ങിയാൽ നമ്മൾ എവിടെ എത്തും അറിയോ? തൊട്ടപ്പുറത്ത് കയറുമായിരിക്കും അല്ല തൊട്ടപ്പുറത്ത് കയറും. അപ്പോൾ നമ്മളങ്ങനെ പോണ്ടിച്ചേരി എത്തിട്ടോ. ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ നമ്മൾ ഇവിടെ ഒരു ബീച്ച് കാണാൻ വേണ്ടി പോവാണ്. ബീച്ചിന്റെ പേര് ഏതൻ ബീച്ച് എന്നാണ്. ഒരു കുട്ടി കേരള എന്നൊക്കെയാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് കേട്ടോ. അത് നമുക്ക് ആലോചിക്കാം, അവിടെ പോയി നോക്കട്ടെ. അവിടെ ബീച്ച് ഭ്രാന്ത്. നാട്ടിൽ കടലില്ലാത്തോണ്ടേ കൊച്ചിന് ഭയങ്കര ഇതാട്ടോ. അയ്യോ ആൻസി ഇത് നോക്കിയേ. അയ്യോ വേഗം കറപ്പിക്കണം. അപ്പൊ എന്തായാലും നമുക്ക് ഏതൻ ബീച്ചിലേക്ക് പോകാം. ഞങ്ങൾ പോണ്ടിച്ചേരിന്റെ ഒരു ഉൾഗ്രാമത്തിൽ കൂടി പോയിട്ടാണ് ഈ ബീച്ചിലേക്ക് എത്തുന്നത് കേട്ടോ. 2 സൈഡിലും വീടുകളും നടുക്ക് ചെറിയൊരു വഴിയും അല്ലേ വീടിനെ. പക്ഷെ എത്ര അടുത്താണ് വീടുകൾ ഇരിക്കുന്നുണ്ടോ വഴിയുമായിട്ട്. തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. തമിഴ്നാട്ടിലെ സെറ്റപ്പ് അങ്ങനെയാണ്. അവരുടെ മുറ്റെന്ന് പറയുന്നത് റോഡാണ്. അതെ, അവിടെയാണ് നമ്മളൊരു കോലൊക്കെ ഇട്ടിരിക്കണ കണ്ടോ. റോട്ടിലാണ് കോലിട്ട് വെച്ചിരിക്കുന്നത് എല്ലാവരും. കൊള്ളാലേ. തെങ്ങുകൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നുണ്ടോ? അതായിരിക്കും ചിലപ്പോ ഇങ്ങനെ പറയുന്നത് കേരള. എനിക്കങ്ങനെ നമ്മുടെ കേരളമായിട്ട് തോന്നുന്നില്ലല്ലേ. കേരളമായിട്ടൊന്നും തോന്നുന്നില്ല, പക്ഷെ അവർക്ക് കേരളമായിട്ട് സാമ്യം തോന്നുന്നുണ്ടാവും. അതെ അതെ. അപ്പം അങ്ങനെ വണ്ടി നമ്മളിവിടെ സൈഡാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാം. ഇവിടെ ചെറിയൊരു മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാപ്പ് അതായത് ഡു നോട്ട് ടേക്ക് ആൽക്കഹോൾ, സ്മോക്കിംഗ് നോട്ട് അലൗഡ്. അതപ്പുറത്താട്ടോ. ഇത് ഈ ബീച്ചിലേക്ക് പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. എന്താ ഞാൻ വെള്ളം കണ്ടപ്പോഴേ എത്ര രൂപയാ? 50 രൂപ. 50 രൂപ ഒന്നും വലിയ കൂടുതലല്ല. ചില ബീച്ചിലൊക്കെ നമ്മുടെ 100 രൂപ മേടിച്ചിട്ടുണ്ട്. നടക്കാം. അതിലൂടെ കയറരുത്. ഇറങ്ങിയോ? ഈ ട്രെയിനിന്റെ ഉള്ളിൽ അങ്ങോട്ട് കേറിട്ടോ. ഈ ട്രെയിൻ അവിടെ വരെ നടക്കാണ്ട് പോകേണ്ടവർക്ക് പോകാനായിരിക്കും അല്ലേ? അല്ല, പിള്ളേരെ കയറ്റി ആണല്ലേ. നമുക്ക് നടന്ന് അവിടെ വരെ പോയിട്ട് വരാം ആദ്യം. അതെ, എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് എന്തായാലും എനിക്ക് മുട്ടിന് ഭയങ്കര വേദന. നടക്കാണ്ട് നമ്മള് വണ്ടി തന്നെ ഇരുന്നോണ്ടാണോ? അതല്ല അല്ലേ, മുട്ട് മടക്കുമ്പോഴാണ് എനിക്ക് വേദന. എടുക്കണോ? പിന്നെ നടക്കാൻ പറ്റില്ല. അപ്പൊ എടുക്കാലോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ബീച്ചിൽ ചെന്നാൽ മാത്രമേ കൊച്ചിനെ നടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കണം. ഒരു കാര്യം അറിയോ? ഫ്രഞ്ചുകാരൊരു കൊളോണിയൽ അങ്ങനെ നമ്മൾ പറയല്ലോ, പണ്ടത്തെ ആ ഒരു അവരുടെ മെയിൻ ആധിപത്യമുള്ള ഒരു സ്ഥലമായിരുന്നു പോണ്ടിച്ചേരി. അത് പക്ഷെ 1954 വരെ ഉള്ളൂ. എന്നാലും ഇത് രസമുണ്ട് അല്ലേ? ഏതൻ ബീച്ച് കാണുന്നതാണ്. ഏതൻ ബീച്ച്. അവിടെ കുറെ തെങ്ങ് നട്ടുപിടിപ്പിച്ചേക്കുന്നതായിട്ട് കാണിക്കുന്നതാണ്. കുറേ സംഭവങ്ങളുണ്ട്. ചിന്ന കേരള എന്ന് പറയുന്നത് അവിടെ മൊത്തം നമ്മുടെ തെങ്ങാണ്. ഇതൊരു യൂണിയൻ ടെറിട്ടറിയും കൂടിയാണ്. യൂണിയൻ ടെറിട്ടറി. ഇക്കടി തക്കര എന്താണ്? ഒരു ചിന്നമൊട്ടയും പെരിയമൊട്ടയും. ചിന്നമൊട്ടയ്ക്ക് നടക്കാൻ കഴിയില്ല, ചിന്നമൊട്ടയ്ക്ക് മടി. ചിന്നമൊട്ടേനെ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണം. ഇവിടെ ഇങ്ങനെ മീൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടുന്നുണ്ട്. അണ്ണൻ മീൻ പിടിക്കാൻ വേണ്ടി പോവാണേ, വല വീശാൻ പോവാ. അപ്പൊ ഇത് കടലിൽ നിന്ന് കയറി കിടക്കാൻ വെള്ളമാണോ? കടലിൽ നിന്ന് കയറി കിടക്കുന്ന ബാക്ക് വാട്ടർ ആണ്. അതായത് ഇത് മറ്റേ വീശുവേലയാണ്. അവിടെ ഇവിടെ ഇങ്ങനെ ചാടുന്നുണ്ടല്ലേ. അതെങ്ങനെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറുന്ന വെള്ളം ഇതായിട്ടാണോ ചൂടായിട്ടാണോ? എങ്ങനെ? ഇത് കടലല്ലോ, ലേക്ക് വാട്ടർ അല്ലേ. ഈ വെള്ളം ചൂടായാലും അങ്ങനെ എറിയാൻ പോണ എങ്ങനെയാണോ അറിയുന്ന ആളായിരിക്കും. നീ പറഞ്ഞു ഇപ്പൊ വീഴ്ചയാനേ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീ എന്നെ പറഞ്ഞോ? ചേട്ടൻ ശീലമുള്ള സ്ഥലമൊക്കെ തന്നെ ആയിരിക്കും. നമ്മളറിഞ്ഞിങ്ങനെ വീഴുവോ? അപ്പം തന്നെ വലിക്കുവോ? ഇത് അടിയിലങ്ങ് ചെന്നിട്ട് ഇത് അടിയിൽ കിടക്കുന്ന ഇരുമ്പിന്റെ ഒരു സാധനമാണ്. ഈ നൂലിങ്ങനെ വലിക്കുമ്പോ ഇതുണ്ടോ, നൂലിങ്ങനെ വലിക്കുമ്പോ ഇതൊരു ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഇതിങ്ങനെ നൂല് വലിക്കുമ്പോൾ ഇതിങ്ങനെ അടിവശം ഇങ്ങനെ കൂടും, എന്നിട്ട് ഇങ്ങ് വലിച്ചു വരും. വലിക്കാൻ തുടങ്ങിയല്ലോ. മീനെടുക്കാനുള്ള സഞ്ചി കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടുന്നു. വെള്ളം പോവാ.
കണ്ടോ വലിച്ചെടുക്കുന്നത് അടിവശം അങ്ങനെ ഒന്നായിട്ടുണ്ടാവും. മീനില്ലേ? ഒരു മീൻ പോലും ഇല്ലല്ലേ. പോയി ഇതുണ്ടോ? ഇത് കണ്ടാ കറക്റ്റ് നമ്മുടെ ഒരു നല്ല പാട്ടല്ലേ? ഏതാ പാട്ട് ആർക്കെങ്കിലും മനസ്സിലായ കമന്റ് അടിക്കണേ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടാട്ടോ. അത് വേറൊരു കാര്യ, മൈക്ക് എന്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ഇവള് പാടുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഓ കൊണ്ടുവാ. ഉൾമേളിലൊക്കെ ഇരുന്ന കവി ഉണരുന്നു. എന്റെ കോളേജിലിരിക്കുമ്പോ കവി ഉണരും, കാരണം വെയിറ്റ് എനിക്കല്ലേ വരുന്നുള്ളൂ. ഇത് കറക്റ്റ് ഒരു കേരളത്തിന്റെ ഒക്കെ ഇതുണ്ട് അല്ലേ, മൊത്തം കടകളൊക്കെ തന്നെ. അങ്ങനെ ഇതാണ് കേട്ടോ ഏതൻ ബീച്ച്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണേ. എല്ലാരും നനഞ്ഞ് കുതിർന്നാണ് വരുന്നത്. ഇപ്പൊ നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. പക്ഷെ തോർത്തൊന്നും ഞാൻ എടുത്തിട്ടില്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഞ്ഞാറ്റേ നിക്കവിടെ. ഇതിലൂടെയാ ഇറങ്ങണ്ടേ, എന്താ ചെയ്യണ്ടേന്ന് അറിയാണ്ട് നടക്കുകയാണേ. മണ്ണിൽ കൂടി നടക്കാൻ പോലും പറ്റുന്നില്ല കൊച്ചിനല്ലേ, പാവം. അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരെന്ന് പറയാനില്ല, കാരണം അധികം ആൾക്കാരൊന്നുമില്ല, കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. എന്നാലും ഇത് അടിപൊളി ബീച്ചാട്ടോ. ശരിക്കും ഈ ബീച്ചുകളിലൊക്കെ വൈകുന്നേരം ആകുമ്പോ നല്ല ആളാ അല്ലേ. ഇപ്പൊ രാവിലെ ആയതുകൊണ്ടാണ് വലിയൊരു ആളില്ലാത്തത്. എന്നാലും ചെക്കന്മാര് അവർക്ക് പറ്റുന്ന പോലെയൊക്കെ വൈബ് അടിക്കുന്നത്. ഇത് നമ്മളെ ഇന്നലത്തെ കടൽ പോലെ അല്ലല്ലേടി? അല്ല, ചെറുക്കന്മാരെല്ലാം കൂടെ അവിടെ നിന്നിട്ട് കൊറേ മുട്ടകൾ ഇതുണ്ടോ, ഇവിടം വരെ വെള്ളം കയറുക. മാത്രല്ല നല്ല ഉള്ളു അങ്ങോട്ട് വലിക്കുന്നുണ്ട് നന്നായിട്ട്, അതുപോലെ നന്നായിട്ട് തിര അടിക്കുന്നുണ്ട്. അതെ അതെ. അയ്യോ ചെറുക്കന്മാരെ ഞങ്ങളെ വേറെ ഇതായിരുന്നു, മുട്ടയാന്നൊന്നും ഞങ്ങൾ നോക്കില്ല. ഞങ്ങള് മുട്ടകൾ തന്നെയാണ്. കുഞ്ഞാറ്റേ എന്താ അവിടെ ചെയ്യണേ? ഇതന്നെ ചപ്പാത്തി ഉണ്ടാക്കുവാണോ? പുട്ടുപൊടിയാ ഇതന്നെ കുഞ്ഞാറ്റേ? കൊച്ചിന് മിരിമിരിക്കാണ് വെള്ളത്തിൽ ഇറങ്ങാഞ്ഞിട്ട്. മിച്ചിയാക്കാതെ. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് പോവാട്ടോ. ടീമിന് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല ബീച്ചിൽ ഇറങ്ങാതെ പോകുന്നത്. ഇങ്ങോട്ട് നോക്കി കുഞ്ഞാറ്റേ, മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്തായാലും നമുക്ക് പോവാട്ടോ. ഉള്ളിലേക്ക് ഫുള്ള് തെങ്ങും അതിന്റെ തോട്ടിൽ കൂടി കടകളും അല്ലേ. പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഷൂട്ട് 1000, ബാക്ക് ക്യാമറ 500, ഡ്രോൺ 500. ഫോണിൽ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല. പോയി നോക്കാം അല്ലേ. അങ്ങോട്ട് കയറിയപ്പോൾ നല്ല കാക്കകളുടെ കരച്ചിൽ അങ്ങനെ കേൾക്കാം അല്ലേ. ഇവിടെ നല്ലൊരു സുഖം തോന്നും. ആ ചൂടിൽ നിന്ന് മാറിയപ്പോൾ നല്ലൊരു തെങ്ങും തോട്ടാണ് ഇത് മൊത്തം. ഫുൾ തെങ്ങ്, തെങ്ങിലൊക്കെ നമ്പർ ഇട്ടേക്കുന്നുണ്ട്. അതല്ല, തെങ്ങിലൊക്കെ നമ്പർ ഇട്ടേക്കുന്നുണ്ട്. ഇവിടെ ഷോപ്പ് മാത്രമല്ല, ഇവിടെ ഫുൾ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഇവിടെയാണ് കൂടുതൽ. കയാക്കിങ് ഉണ്ട്, അതേപോലെ മറ്റേ ബലൂൺ ഉള്ളിൽ കയറി റൗണ്ട് അടിക്കുന്നൊക്കെ ഉള്ളത് അതുണ്ട്. അങ്ങനെ എല്ലാവരും സംഭവം. പിന്നെ ഫുഡ് കോർട്ടുകളാണ്. ഇത് ഫുള്ള് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ഒക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. വൈകുന്നേരം ആവും മിക്കവാറും മൊത്തത്തിൽ തുറക്കുമ്പോൾ അല്ലേ. വൈകുന്നേരം ആവും. അതെ, നമ്മൾ നേരത്തെ കണ്ട ചേട്ടൻ ഇങ്ങോട്ട് മാറിയിട്ടിടുക കേട്ടോ. ഇതിൽ മീൻ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നേ, നമുക്ക് നോക്കി നോക്കാം. എന്താ കൂടി അറിയില്ല, നോക്കാം. ഏത്? അതൊക്കെ മീനി ഡാൻസ്. ഇവിടെ മീൻ ഇട്ടുകാലിയോ ഞണ്ടാടിയത് എന്താവോ. ഇത് ഇവിടെ കുഞ്ഞു മീനുകൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. പ്രാവശ്യമില്ലല്ലേ, ഇല്ല നമ്മൾ എപ്പോഴും പറ്റിക്കാനുള്ളത്. നമ്മൾ നോക്കാൻ നേരത്തെ ഒന്നുമില്ല, അല്ലാതെ ഉണ്ട്. ഇവിടെ കൊട്ടയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഓ ഇതേ കൊട്ടയ്ക്കകത്ത് ചേട്ടൻ മീൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. ചാവാത്ത മീൻ. അങ്ങനെയാണ് അവിടുന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. കുഞ്ഞാറ്റേനെ കയറ്റി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണേ. ബേക്കിൽ ദേഷ്യം പിടിച്ച് പോയി കിടക്കുക കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് കാണാൻ പോകുന്നത് എന്തായിരുന്നു കേട്ടി? എന്ത് ഇതാ ഫ്രഞ്ച് കോളനി എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു കേട്ടോ. അവിടെ ഞാൻ എന്താ അറിയോ,
വീടുകളൊക്കെ ഒരു പ്രത്യേക പെയിന്റ് ഒക്കെ അടിച്ച് നമുക്ക് പോയി നോക്കാം. ആ ഒരു സെറ്റപ്പ് ഉള്ള. ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ പൊതുവെ അതൊന്നും കാണാറില്ല. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നോക്കാമേ. നമ്മളിനി ഇവിടെ അധികം കറങ്ങൂല കേട്ടോ പോണ്ടിച്ചേരിയില്. കാരണം നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ സമയം പോയി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമായി നമ്മൾ പോണ്ടിച്ചേരി എത്തിയപ്പോഴത്തേക്കും. കാരണം നമ്മളിങ്ങനെ അനങ്ങിയതിന് മാത്രമല്ല നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതാണ് നമുക്ക് മെയിൻ ആയിട്ട് ടൈം പോകുന്നത്. പക്ഷെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അതാണ് മെയിൻ പ്രശ്നം. ഒരു 3 മണിക്കൂർ 2 മണിക്കൂറൊക്കെയാണ് ജസ്റ്റ് ഒരു സാമ്പാറും ചോറും വെക്കുന്നതിന് ടൈം ആവുന്നത്. അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല തിരക്കാട്ടോ. തിരക്ക് ബൈക്കുകാരെ കൊണ്ട് തട്ടിയിട്ട് പോരാൻ പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥ. അവരിങ്ങനെ അവിടെ കൂടി ഇവിടെ ഏതൊക്കെയോ വഴി കൂടിയാണ് അവർ കയറി വരുന്നതൊക്കെ. അതുകൊണ്ട് നല്ല തിരക്കാവും. നമ്മളിപ്പം ഫ്രഞ്ച് കോളനിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങുകൾ ഇതാണ് കേട്ടോ. ഇതിനൊക്കെ ഒരു പ്രത്യേക തരം ടച്ച് ഉണ്ട്. ഫ്രഞ്ച് ടച്ച്. ഒരു ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ലൊരു ഭംഗി. ഇവിടെയൊക്കെ എന്താ കസേര കിട്ടിയിരിക്കുന്നത്? വിദേശികൾ. ഈ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ തന്നെ ആയിട്ടേ. നമുക്കൊരു പണി കിട്ടി. എവിടെ ചെന്നാലും റോഡ് പണി. എല്ലായിടത്തും റോഡ് പണിയാണ്. ടൗണിൽ കൂടി ഇതിൽ പോകാനേ പറ്റുന്നില്ല. അത് എന്നിട്ടും ബേക്കിൽ വന്ന് ചുമ്മാ ഓൺ അടിക്കുന്ന കുറെ ആൾക്കാർ. ഞാൻ ലാസ്റ്റ് കേറി പൊക്കോളാൻ പറഞ്ഞു. കാരണം ഇതെങ്ങനെ ഈ കിടക്കണ ഇത് കണ്ടോ? ഈ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ? അല്ല ഈ വണ്ടി കണ്ടോ? എന്താ വേസ്റ്റാ? ഇതല്ല, ഞാൻ അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയായിരുന്നു ഉദ്ദേശിച്ചത്. ഇതൊക്കെ ആ ബിൽഡ്. ഈ ബിൽഡിങ്ങുകളെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ കുറച്ചും കൂടി ഇറങ്ങിയിട്ട് കാണിക്കുന്ന കേട്ടേ, കുറച്ചും കൂടി ഒരു ഇത്. നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇറങ്ങാം. ഡേ എന്തൊരു കുത്തിരുന്ന് പെറുക്കുന്നേ? പെറുക്കി മഞ്ചാടി. എന്താണ് മഞ്ചാടിക്കുരു? നമ്മള് നിൽക്കുന്നതിന് നേരെ മേളിൽ മരം. വലിയൊരു മരം കേട്ടോ. മൊത്തം കുലുക്കി പറക്കിയാലോ? ഒറ്റ ചാട്ടത്തിന് കുഞ്ഞാറ്റി ഇത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് വേറൊരു ട്വിസ്റ്റ്. മതി വാ, മതിയടാ. കൊറേ കിട്ടിട്ടോ കുഞ്ഞാറ്റിക്ക്. ഓഹോ നിലത്തെങ്ങും അല്ല മഞ്ചാടിക്കുരു കിട്ടിയതിന്റെ ആഹ്ലാദം. ചെറിയ നമ്മൾ ഈ പണ്ടുള്ള കാലത്തൊക്കെ കുഞ്ഞു ഓരോ സാധനങ്ങൾ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആവൂലേ? ആ ഒരു സെറ്റപ്പിലുള്ളതാണ് കുഞ്ഞാറ്റൊക്കെ. ഇതും കുഞ്ഞു സാധനമാണല്ലോ. അങ്ങനെയല്ല, നമ്മളിതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കില്ലേ? ഇപ്പത്തെ കാലത്ത് പിള്ളേരൊക്കെ ഇപ്പത്തെ കാലത്ത് പിള്ളേരൊന്നേ ഇതൊന്നും സൂക്ഷിച്ചു വെക്കില്ലല്ലോ. പോക്കറ്റിലിട്, പൊന്നിന്റെ പോക്കറ്റിലിട്. ഈ പോക്കറ്റ് ഇവിടെ നമ്മൾ നടക്കുന്ന ഇതൊക്കെ കണ്ടോ? ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ പെയിന്റും ഇതൊക്കെ ഒരു പ്രത്യേക നല്ല രസമുണ്ട്. എന്തായാലും കാണാൻ. നമ്മുടെ മൈക്കിന് എന്തോ പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആൻസി ശ്രദ്ധിക്കണം, കാരണം ഇടയ്ക്ക് ഓഫായി പോകുന്നു. പക്ഷെ ഫുൾ ചാർജ് ഉണ്ട് തന്നെ. ഓരോന്നോരോന്നായിട്ട് നമ്മളെ വഴിയിൽ നമ്മളെ ചതിക്കുകയാണോ? അതെ. എടി അത് ബദാം. ഈ പെണ്ണിനെയും കൊണ്ട് തോറ്റല്ല എന്റെ ദൈവമേ. അതവിടെ ആ ചേട്ടന്മാർ അടിച്ചു വരുന്നല്ലേ, അത് നമുക്ക് അലമ്പാക്കി കളയാൻ പാടുണ്ടോ? EFO 16 നമ്മുടെ മറ്റേ സിനിമയിലൊക്കെ ഏതാണെന്നറിയോ? നമ്മുടെ സ്വപ്നക്കൂടിലൊക്കെ ഉള്ള ഒരു സ്ഥലം അല്ലേ? ബിൽഡിംഗ് മരം കൊണ്ടുള്ള ഇതൊക്കെ കണ്ടോ? വലിയ ഗേറ്റ് കയറിയാലോ? അടി കിട്ടും. ഇതിന്റെ കളവായി അതെ, ഡോക്ടറിന്റെ വീടാ. കുഞ്ഞാറ്റ് എന്തൊക്കെയോ കുറ്റം പറഞ്ഞു നടക്കാണ്. നമുക്ക് ഇങ്ങനെ കയറാട്ടോ വണ്ടി. ആണ് എന്തൊക്കെയോ ഭയങ്കര സംഭവം. മഞ്ചാടിന്റെ കുരു എന്റെ അനിയന്റെ കയ്യിലുണ്ട്. ഏതനിയന്റെ കയ്യില്? സിനുവിന്റെ കയ്യിലേ. അത് അവന് ഞാൻ കൊടുക്കൂല, നങ്കൂന് ഞാൻ കൊടുക്കൂലെന്നത്. നോ പാർക്കിംഗ്. ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അതായത് ഫ്രഞ്ചുകാരുടെ ഒരു സ്റ്റൈലാണ് ഇവിടെ മൊത്തം അല്ലേ? പണ്ടത്തെ ഫ്രഞ്ച് കോളനികളൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഫ്രഞ്ചുകാരൊക്കെ കാണൂല്ലേ ഇവിടെ? അറിയില്ല. അതെ, അങ്ങനെയല്ലടി. നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കാരെ കല്യാണം കഴിച്ച അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടല്ലോ. അവരുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ഫ്രഞ്ചുകാരായിരിക്കും, അല്ലാണ്ടുള്ളതൊക്കെ ഇവിടുത്തുകാര്. ഇവിടെ പൊളിക്കൂട്ടോ. ലാൻസ് ചെയ്ത് നോക്കി. ശരിക്കും നമ്മളൊരു വിദേശത്താണ് ഇപ്പൊ. നമ്മൾ ഫ്രഞ്ചിലെത്തി.
ഇല്ലേ? ഇങ്ങോട്ടൊക്കെ അങ്ങനത്തെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളി. ഇവിടെ ബീച്ചുണ്ട്. ബീച്ച് കണ്ടപ്പോഴാണ് കുഞ്ഞാറ്റയ്ക്ക് ഒന്ന് സന്തോഷമായി. ബീച്ച് മഞ്ചാടിക്കുരു. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അതെന്തായാലും നന്നായി. ഇതിലെ വാ, ഇതിലിങ്ങനെ പോയി കയറാം. ഓ എന്തായാലും നന്നായി ആൻസി. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെ എന്താ കുപ്പിയുള്ള സമ്മേളനോ? ഫുള്ള് വേസ്റ്റ് ആട്ടോ. അതൊക്കെ മൊത്തം അലമ്പാക്കി വെച്ചു അല്ലേ? ഇവിടെയൊക്കെ നല്ല ആഴുണ്ടാവും. ഇവിടെ അല്ലേ? ഇനി അപ്പായി നിന്നെ എടുക്കണല്ലേടി? ഇതോക്കേ, ഇനി മഞ്ചാടിക്കുരു ഇതോക്കേ, മഞ്ചാടിക്കുരുവിന്റെ വെയിറ്റ് കൂടി അപ്പായി എടുക്കണ്ടേ? വേണ്ട, അതെന്റെ കീശയിലല്ലേ കിടക്കുന്നത്. അപ്പൊ അതിന്റെ വേറെ. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് ന്യൂ സാൻഡ് ബീച്ച് എന്ന് പറഞ്ഞ ബീച്ചിലാണല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ വേറെ പേരാവും. അങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ്. തിരെ എണ്ണിയിരിക്കാൻ നല്ല രസം. ഇവിടെ എന്താ പരിപാടി? മഞ്ചാടിക്കുരു നോക്കി എന്തോ പരിപാടി. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ റോക്ക് ബീച്ച് ഉണ്ട്, പുതുച്ചേരി ബീച്ച് ഉണ്ട്. എല്ലാം ബീച്ചാണ്, കൂടുതൽ ബീച്ചാ. പിന്നെ പള്ളികള്, അങ്ങനത്തെയൊക്കെയാണ് ഇവിടുത്തെ സംഭവം. നമ്മൾ പിന്നെ ഈ ഫ്രഞ്ച് കോളനിയിൽ ഇതൊന്നും കാണല്ലോ എന്ന് ഓർത്ത് ഞാൻ കേറില്ല. പോവാം. തിരിച്ച് നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ എത്തിട്ടോ. നമ്മുടെ ഞാനോ ഫ്രഞ്ചിലെത്തി. ഇവിടെ മൊത്തം അങ്ങനെ തന്നെയല്ലേ. പെയിന്റ് ഇതാണ്. ശരിക്കും പെയിന്റ് മാറ്റിയും തോന്നൂലേ? കൊറേയൊക്കെ മാറ്റിയിട്ടുണ്ടാവും. കൊറേയൊക്കെ മാറ്റിയും തോന്നുന്നു. ഏതെങ്കിലും ഒരു വീടിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കായിരുന്നു. ചെന്ന് കേറ്റുന്നുണ്ടാവും. നല്ല അടിയും കൂടെ കിട്ടും. ഇതൊക്കെ ആ ബിൽഡിങ്ങുകൾ തന്നെയാട്ടോ. കുറേ എണ്ണം റിനോവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ടച്ച് എന്തായാലും മാറില്ല അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാനില്ല. ഒരു വിദേശത്ത് ഞാൻ പോയിട്ടില്ല എങ്കിലും വിദേശത്ത് വിദേശത്ത് നമ്മുടെ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ ബിൽഡിങ്ങുകൾ. കൊള്ളാം. ഗേറ്റ് നോക്ക്. റൈറ്റ് സൈഡ് നോക്ക്. ഈ റൈറ്റ് സൈഡ് നോക്ക്. ഇത് കണ്ടോ? ഇതൊക്കെ അത് തന്നെയല്ലേ. എല്ലാരും ഓരോ ബിൽഡിങ്ങുകളുടെ മുന്നിൽ വന്നിട്ട് ഫോട്ടോ എടുപ്പാണേ. നമ്മളുടെ എല്ലാരും പെട്രോൾ റേറ്റും ഡീസൽ റേറ്റും പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഓരോ സ്ഥലത്തെ. ഇവിടെ നമ്മുടെ പോണ്ടിച്ചേരിയിൽ 86 രൂപ പെട്രോളിനും 96 രൂപ തിരിഞ്ഞുപോയി. 96 രൂപ പെട്രോളിനും 86 രൂപ ഡീസലിനും. പക്ഷെ നമ്മളെ അബദ്ധം കാണിച്ചല്ലോ. അപ്പൊ എന്താ പറ്റിയേ? രാവിലെ നമുക്കെന്നാ ഇവിടുന്ന് വിളിച്ചാൽ പോരായിരുന്നു. മതിയായിരുന്നു. പക്ഷെ നമ്മൾ അറിഞ്ഞില്ലല്ലോ റേറ്റ് ഇവിടെ ഇത്രയും വ്യത്യാസം ഉണ്ടാവും. നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഇത് കണ്ടോ? ഇത് കറക്റ്റ് ആ ഒരു ബിൽഡിങ്ങിന്റെ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഹോട്ടലുകളാണല്ലേ കൂടുതലും. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ ആ ബിൽഡിങ്ങിൽ പെട്ടതാ അല്ലേ. നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും ഇതിന് മുന്നിൽ നിന്നുള്ള ഫോട്ടോ എടുപ്പാണ് കൂടുതൽ നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരിയിൽ നിന്ന് പോവുകയാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് ഇറങ്ങാണ്. ഇവിടെ ഇനി കാണാനുള്ളത് കൂടുതലും ബീച്ചുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ ബീച്ചൊക്കെ കുറേ കണ്ടിട്ടുള്ളതായതുകൊണ്ട് അത് മാത്രല്ല കുഞ്ഞാറ്റേനെ അധികം ബീച്ചിലേക്ക് ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് അത് മാത്രല്ല നമുക്കൊരു പരിധി കൂടില്ലേ കറങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് പോണ്ടേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തണ്ടേ. അവിടെ എത്തുമ്പോ ഫുൾ സമയവും പോകും. വേഗം പോകാതെ. ഞങ്ങൾ ഇന്ന് എന്തെന്നറിയില്ല, നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. എനിക്ക് ക്ഷീണം എന്ന് പറയാൻ അങ്ങനത്തെ ക്ഷീണമല്ല. ഞാൻ എന്തോ ചേട്ടായി ഇങ്ങനെ ക്ഷീണം എന്ന് പറയുമ്പോ എനിക്ക് ഓട്ടോമാറ്റിക് ഒരു ക്ഷീണം തോന്നുന്നു. എനിക്ക് എന്തായാലും ഈ തല മുട്ടയടിച്ചാൽ പിന്നെ ഞാൻ തോന്നുന്നു ഭയങ്കര തലവേദനയും ഈ വെയിലത്ത് കൂടി ചൂടത്ത് മുട്ടയടിച്ചത് മണ്ടത്തിനായി പോയോ? തിരിച്ചു വരുമ്പോ അടിച്ചാൽ തോന്നുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞാപ്പി നല്ല ഉറക്കാണേ. വേർത്ത് കുഴിക്കും. ഭയങ്കര ചൂട്. ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ചൂട്. നമ്മൾ തണുപ്പത്തൊന്നും വന്നതുകൊണ്ടേ നമുക്ക് പറ്റുന്നില്ല കേട്ടോ. അതൊരു ചൂടാണ്. നമ്മുടെ AC ആണെങ്കിൽ തണുക്കാത്ത പോലെ തോന്നുന്നു. അതായത് വണ്ടി ഓടുമ്പോ നല്ല തണുപ്പ്, നിർത്തിയിട്ട തണുപ്പ് സാധനമില്ല. എന്താ അങ്ങനെയാണോ സാധാരണ AC അങ്ങനെയാണോ അല്ലേ? നമുക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ ഞങ്ങള് ചേട്ടൻ ഒരു ഫുഡ് മേടിക്കാന്ന് പറഞ്ഞു. നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കിയില്ലല്ലോ. ഫുഡ് മേടിക്കാന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയേ. അങ്ങനെ ഫുഡ് മേടിച്ച് വണ്ടിയിലേക്ക് കയറി നടത്താൻ പറഞ്ഞു. എടി നമ്മളൊന്ന് ഫുള്ള് മടുത്തില്ലേ, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും
ചേട്ടന് ഒരാള് മെയിൽ അയച്ചു. അത് മെയിലാണ് അയച്ചത്, നമ്പർ കിട്ടാണ്ട് പെട്ടെന്ന് തന്നെ മെയിൽ അയച്ചു. അത് നമ്മുടെ ഈ പോണ്ടിച്ചേരി ടൗണിൽ നിന്ന് നമ്മളെ കണ്ട കേട്ടോ. അങ്ങനെ മെയിൽ അയച്ച് ഹോം സ്റ്റേ ഉണ്ട്, അവിടെ വന്ന് ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോകും. അത് എൻ്റെ വക നിങ്ങൾക്കുള്ളൊരു കോംപ്ലിമെന്ററി ആയിട്ട് കൂട്ടിയാൽ മതി, പൈസയൊന്നും വേണ്ട. അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അണ്ണൻ, പേരെന്നാ? വസന്ത് അണ്ണൻ. അപ്പൊ ഞങ്ങളെ എങ്കേന്ന് പാത്തേ? സരി, ആമാ. ഓക്കെ. അപ്പോൾ അണ്ണൻ്റെ ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ വണ്ടി കുറച്ച് പുറത്തേക്ക് ആക്കിയിട്ട് നിർത്തണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി കുഞ്ഞാറ്റനെ വിളിച്ച് ഏൽപ്പിക്കണം, അതാണ് മെയിൻ ടാസ്ക്. ഇതാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയേ. കുഞ്ഞാറ്റ നല്ല ഉറക്കാണ്, അവൾ എവിടെയാ മടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം, AC റൂമാണ് കേട്ടോ. ആൻസി ഹാപ്പിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇപ്പുറത്ത് സീ വ്യൂ ഉണ്ട്, അങ്ങോട്ടൊന്ന് പോവാം. അതായത് പുള്ളി എങ്ങനെയാണെന്ന് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് പുള്ളി ഞങ്ങൾക്ക് ഒരു തംസപ്പ് കാണിച്ചായിരുന്നേ. അപ്പോൾ തംസപ്പ് കാണിച്ചപ്പോൾ ഞങ്ങളൊരു ഹോണൊക്കെ അടിച്ച്, അപ്പോഴാണ് പുള്ളി എന്നിട്ട് എന്ത് ചെയ്ത് യൂട്യൂബിൽ കയറി അതിൽ മെയിൽ അഡ്രസ്സ് എടുത്ത് അതിലെനിക്ക് മെയിൽ അയച്ചു. ഇവിടുന്ന് കാണാം കേട്ടോ. സീ ഉണ്ട്, കാണാം. അതല്ലേ? ഇല്ല പാക്കല്ല. ഇത് മുന്തിരിയാ? മുന്തിരി ഗ്രേപ്സ് அம்மாவோட ஃபார்ம். ஃபுல்லாக ஆர்கானிக். இது சில்லிஸ் இருக்கும், ടൊമാറ്റോ, അப்புறம் ഓണിയൻസ്. ഇത് കണ്ടോ, ഇത് ഇതിൽ തന്നെ ഉണ്ടായി കിടക്കുന്നത് മുരിങ്ങ. ഇതിൻ്റെ ചട്ടിയിൽ വെച്ചിട്ടുള്ളൂ, അതിപ്പോൾ തന്നെ കായ്ച്ചേക്കുന്നത്. ഹൈബ്രിഡാന്ന് തോന്നുന്നത്. ഇവിടെ ഒരു സ്പെഷ്യൽ പ്ലാന്റ് ഉണ്ട്, തുളസി മിന്റ്. തുളസി വിത്ത് മിന്റ്. അമ്മക്ക് ഇതാ തരുമോ? പേരക്ക. അപ്പം അങ്ങനെ ഞങ്ങൾ സെന്തിലണ്ണൻ്റെ റൂമിലേക്ക് വന്നു. അപ്പോൾ സെന്തിലണ്ണന് ഇതേപോലെ തന്നെ വേറൊരു ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫാമിലിക്ക് മാത്രമേ കൊടുക്കുള്ളൂ. മറ്റേതെന്താ വെച്ചാൽ ഇത് ബീച്ചിൻ്റെ ഇപ്പുറ സൈഡ്, മറ്റേത് ബീച്ചിൻ്റെ അപ്പുറ സൈഡ്. അത് ഫ്രണ്ട്സും ആൾക്കാരൊക്കെ വരുമ്പോൾ ചില്ല് ചെയ്യാനുള്ള വസന്തണ്ണൻ. അപ്പോൾ ആ അണ്ണൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോണ്ടിച്ചേരി വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ നല്ല നല്ല സ്ഥലം കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം. 2500 3000 അതായത് ഇത് ഹോം സ്റ്റേ ആണ്, നമ്മളൊരു ഹോട്ടൽ മുറിയായിട്ട് കാണരുത്. നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. പുറത്ത് കുക്ക് ചെയ്യാം, അതേപോലെ ഒരു വീട് പോലെ തന്നെ അല്ലേ, ഒരു ഫ്ലാറ്റ് എങ്ങനെയാണോ അതേപോലെ. ഞങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല ടയർഡാണ്, ആ വെയിലത്ത് കൂടിയൊക്കെ നടന്നിട്ടാന്ന് തോന്നുന്നു. ആകെ മൈൻഡ് ഔട്ടായിട്ട് നിൽക്കുകയാണ് 2 ദിവസമായിട്ട്, എന്താ അറിയില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരു ടീം ഇവിടെ കിടന്ന് ഉറങ്ങണുണ്ടോ. ആ ടീം വണ്ടിക്കകത്ത് തലയൊക്കെ വേർത്ത് കുളിക്കുക. ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നേ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി നിർത്തിയിടുമ്പോൾ AC വർക്കാവുന്നില്ല. അതെന്താ സംഭവം എന്നറിയില്ല. പക്ഷെ വണ്ടി ഓടുമ്പോൾ കുഴപ്പമില്ല, ഓടുമ്പോൾ നല്ല അടിപൊളി തണുപ്പ് കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ പെരും തണുപ്പ്. വണ്ടി എവിടെയെങ്കിലും സൈഡാക്കിയാൽ പിന്നെ തണുപ്പ് വരികയില്ല, അതാണ് സംഭവം. അപ്പോൾ നമ്മുടെ ഫുഡെല്ലാം എടുത്തിട്ട് വന്നു. എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ വസന്തണ്ണൻ തന്ന കേട്ടോ കൊച്ചിന്. അതായത് നിങ്ങളിത് കഴിച്ചോ, കൊച്ചിന് അത് കൊടുക്കുമെന്ന് പറഞ്ഞു. എരിവാ? അതെ അതെ. കൊച്ചിന്റെ കണ്ണിൽ കൂടി വെള്ളം ഒഴുകുമായിരുന്നു. സാധാരണ എന്തെങ്കിലും ചാറില്ലാണ്ട് അവള് എന്ത് സാധനം തിന്നില്ല. പക്ഷെ ഇത് ഒന്നും വേണ്ട അമ്മ, എനിക്ക് ചുമ്മാ തന്നെ തിന്നു. അമ്മ എരിവ്. എനിക്കൊന്ന് ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ എരിവ് കഴിക്കുന്നു. എന്തായിരിക്കും അല്ലേ? സാധാരണ തണുപ്പുള്ളടത്തല്ലേ എരിവ് കഴിക്കാം. എന്തായാലും കൊച്ചിന് ചോറെല്ലാം കൊടുക്കാം കേട്ടോ. ഇനി അപ്പോൾ അത് ഇങ്ങോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഇരിക്കാം. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ചൂട് മനസ്സിലാകുന്നത് കേട്ടോ. ഇവിടെ കുക്ക് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. കെറ്റിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, വൈഫൈ ഉണ്ട് കേട്ടോ. അപ്പോൾ സംഗതി എന്തായാലും പൊളി സംഭവമാണ്. ഈ ഒരു ഹാളും ഈ അടുക്കളയും ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് തരിക കേട്ടോ. മനസ്സിൽ കഴിക്കാൻ തുടങ്ങിയാ എന്നെ ഒന്ന് കൂട്ടുക. കൊള്ളൂല? അയ്യോ, ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ 80 രൂപ ബിരിയാണി എങ്ങനെ ഉണ്ടാവും? 80 രൂപേൻ്റെ ബിരിയാണി ആയത്. ആ ചേട്ടൻ പറഞ്ഞു മുട്ട വേണമെങ്കിൽ 90 ആവും, ഇല്ലെങ്കിൽ 80 രൂപ ഉള്ളൂ. ഞാൻ പറഞ്ഞു എന്നാൽ മുട്ട വെച്ചോ, കാരണം ബിരിയാണി കൊള്ളില്ലെങ്കിൽ മുട്ടയെങ്കിലും കഴിക്കാമല്ലോ. കൊള്ളൂല അല്ലേ? പറ്റുന്ന പോലെയൊക്കെ കഴിക്കാം.
അപ്പോൾ ഞങ്ങൾ വന്ന് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. ഒന്ന് നടന്നിട്ട് വരാം നമുക്ക്. ഞങ്ങൾ ഈ ഒരു ഒച്ച കേട്ടോണ്ടാട്ടോ ഇറങ്ങി വന്നേ. സംഭവം ഇവിടുത്തെ എന്തോ ഒരു കളിയാണ്. ഒരേപോലത്തെ ഗോട്ടിയല്ല, അത് എന്തോ ഒരു മുത്താട്ടോ. അപ്പോൾ ഒരേപോലെയുള്ളത് നമ്മൾ കയ്യിൽ ഇതിങ്ങനെ ഇടുന്നതനുസരിച്ച് ആദ്യം മൂന്നെണ്ണം ഓരോരുത്തർക്ക് കൊടുക്കും. ഇഷ്ടമുള്ള കളർ എടുക്കാം. എന്നിട്ട് നമ്മൾക്ക് പിന്നെ ഇതിൽ നിന്ന് ഇങ്ങനെ ഇടുന്നതനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കളറ് നമ്മൾ എടുക്കണം. പൈസക്കായിട്ട് അവർ കളിക്കണേ, ചെറിയ പൈസക്കുള്ള പരിപാടിയാണ്. 2 കളറൊക്കെ എടുക്കുന്നുണ്ടല്ലോ ചേച്ചി? എനിക്കങ്ങനെ 2 കളറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ അമ്മച്ചീൻ്റെ ഒരു കളറും വരുന്നില്ല പുറത്ത്. എല്ലാവരും ഒരേ കളിയാട്ടോ, ഒരു രക്ഷയില്ല. ശരിക്കും ഇതൊക്കെയാണ് ഇവിടുത്തെ ജീവിത ശൈലികൾ അല്ലേ? വീടുകളൊക്കെ നോക്കി. ആ അപ്പം അതാണ് വേറെ കാര്യം എന്താണെന്നറിയോ, ഇതേപോലെ ഒരു ബോണ്ട് ഉണ്ടാവും. അതെ അതെ. നമ്മുടെ നാട്ടിൽ ശരിക്കും കുറേ നാടുകളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുണ്ട്. അങ്ങോട്ടൊക്കെ വീടുകൾ തന്നെയാണ് കേട്ടോ, ഇഷ്ടംപോലെ വീടുണ്ട് ഇവിടെ. അമ്മമാരൊക്കെ ആയിട്ടാണല്ലേ നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു സെറ്റപ്പ്. അവരുടെ അടുത്തുള്ള ചേച്ചിമാരെല്ലാം കൂടി ഇരുന്ന് കളിക്കുന്നു. അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നു കേട്ടോ. നമ്മളിതാ ഇവിടെ വണ്ടി വരുന്നുണ്ട്. ഇവിടെ അങ്ങ് ലാസ്റ്റാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത്. എന്നാലും നല്ലൊരു സ്ഥലം കേട്ടോ. നമുക്ക് പോണ്ടിച്ചേരീൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ കറക്റ്റ് തൊട്ട് അടുത്തറിയാൻ പറ്റുന്നൊരു ഹോം സ്റ്റേ ആണ്. ഇതാണ് കേട്ടോ പോണ്ടിച്ചേരിയിൽ ലൈറ്റ് ഹൗസ് ആണേ. ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ താഴെ കൂടി ഇങ്ങനെ പോവുകയാണ്. ബീച്ചിൽ കയറാൻ പറ്റില്ല. ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോവാണ്. കാരണം കുഞ്ഞാൻ്റെ ഭയങ്കര സങ്കടം. ഞങ്ങൾ വെള്ളത്തിൽ ഇറക്കിയില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതി കുറച്ചിലായിരുന്നേ. പിന്നെ ഞങ്ങൾ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരും നല്ല സുഖമായിട്ടൊന്നങ്ങ് കിടന്നുറങ്ങി. പക്ഷെ എന്നാലും എനിക്ക് ആ തലക്കൊക്കെ ഒരു കനം. അതെന്താണെന്നറിയട്ടെ, മുടി പെട്ടെന്ന് അങ്ങ് പോയപ്പോഴത്തേ വെയിലടിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണത്. അപ്പൊ എനിക്കെന്താലേ അതൊന്നും പറയാൻ പറ്റില്ലേ. ചുടച്ചതി അങ്ങോട്ട് ഇറക്കിക്കോണ്ട് പോണ്ട. അല്ല അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂലല്ലേ. ഇത് നമ്മള് വഴിയരികിൽ കണ്ടതാണ് അല്ലേ. ഞങ്ങൾ കറക്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ കുറച്ച് കള്ളുടിയന്മാരും കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മെല്ലെ ഞങ്ങള് വെച്ച് വന്നിരുന്ന ബീച്ച് മെറീന ബീച്ചാട്ടോ. അപ്പൊ അങ്ങോട്ട് തന്നെ പോവാന്ന് വിചാരിച്ചേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം. മെല്ലെ പോ. ഈ ബീച്ച് കൊള്ളാട്ടോ, ഇത് അടിപൊളിയാണേ. നമ്മൾ അപ്പുറത്ത് കയറിയെടുത്ത് അത്ര ശരിയല്ല, അതുകൊണ്ട് ഞങ്ങൾ വേഗം നിങ്ങൾ പോകുന്നു. ഇവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്. ഇതുണ്ടോ പോലീസ് പോകുന്നുണ്ടോ, എപ്പോഴും പോലീസുകാരും ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ അതോർത്ത് പേടിക്കണ്ട. ഇതേ ഡ്രസ്സൊക്കെ ഊരാണ്. കുഞ്ഞാറ്റ ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കുഞ്ഞേ, കൊല്ലടി തോക്കരെ. ലൈറ്റ് ഹൗസ് ഇവിടുന്ന് കാണാൻ പൊളിയാട്ടോ. നോക്കി നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ ലൈറ്റ് ഹൗസിൽ ഇറങ്ങിയത് ഓർമ്മയുണ്ടോ? എവിടെയാണെന്നറിയോ? നമ്മുടെ ഉടുപ്പിയിലല്ലേ. വെള്ളം അടിക്കണുണ്ടാവും ഞാൻ. കൊച്ചിന് എന്താ അറിയില്ല, ബീച്ച് എന്ന് പറഞ്ഞ കൊച്ചിന് വട്ട് പിടിക്കും കേട്ടോ അല്ലേ. ഇതാ ബീച്ച്, അത് അപ്പുറത്താ. ഇത് നോക്കിയേ വാവ്, അമ്പ നല്ല അടിപൊളി തിരമാലയാട്ടോ വരുന്നത്. അയ്യോ എൻ്റെ മോനെ, ഇവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. പക്ഷേ അതൊന്നും അറിയാണ്ട് ഒരു കുഴിയൊക്കെ കുത്തി ഇവിടെ ഒരു ടീം കിടന്ന് ഉറങ്ങുന്നുണ്ടോ. സാറേ ദൈവമേ, കണ്ണുമെല്ലാം തുറക്കുന്നുണ്ട്. പോവാ ദേ, ഇത് കണ്ടോ? കടിക്കുവേ വേണ്ട, പോര് അത് കിടന്ന് ഉറങ്ങിക്കോട്ടെ കേട്ടോ. ഉറങ്ങുമല്ല. ഇത് കണ്ടോ, ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടില്ല കേട്ടോ. പക്ഷേ അതിന് മുമ്പ് തന്നെ എന്താ പരിപാടി നോക്കി. വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടില്ല, പക്ഷെ അവളുടെ മൂട് മൊത്തം നനഞ്ഞ്. അങ്ങോട്ട് ഇറങ്ങരുത്, വലിയ തിരമാല കേട്ടോ വരുന്നത്. ഇവിടെ എത്താതെങ്കിൽ തീർന്നു പോവാ അല്ലേ. ഭയങ്കര ധൈര്യശാലിയാളേ, ധൈര്യം ഇച്ചിരി കൂടുതലാ. ഇതേ കടലമ്മേനോടൊരു കാര്യം ചോദിക്കാൻ പോവാണ്. ഈ പേരൊന്ന് മായ്ച്ചു തരുമോന്ന്. ആൻസി മാറിക്കോ. പോരാ മൊത്തം മാഞ്ഞില്ല. ഇതെന്നാ കാണിക്കുന്ന ഡ്രസ്സൊക്കെ ഊരുടെ. ഇതെന്താണ് ഇതിൻ്റെ കോലം? ഇതേ കടലമ്മ മൊത്തത്തിൽ മായ്ച്ച്, രക്ഷയില്ല. അപ്പോൾ നമുക്ക് വല്ല പോയാലോ? ഇത്രയും വൈബൊക്കെ മതി.
നോക്ക് പോ തണുത്തിട്ടൊന്ന് വിറക്കിയാണോ അവള്? ആണോ? വിറച്ചല്ല, നല്ല വലിയ തിരമാല കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോവാവേ. എന്താണ് നടക്കാനൊരു മടി പോലെ? ഇതെന്താ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കുന്നത്? എന്താ അറിയോ, കൈൻ്റെ അടിയിലൊക്കെ മൊത്തം ചെളിയാണ്, മണല്. അപ്പോൾ മണൽ ഇതാവാതിരിക്കാൻ വേണ്ടി, മേത്താവാതിരിക്കാൻ നമ്മുടെ വണ്ടി ഇത് അവിടെയാണ്. അപ്പോൾ ഇവിടെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറഞ്ഞ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. രാത്രി ആവണമെന്ന് തോന്നുന്നു നല്ല ആൾ വരെ. ഇവിടുത്തെ ഈ പാർക്കൊക്കെ തുറന്നു കേട്ടോ. കണ്ടോ, ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ, ഈ ലാമേനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്ന് കുളിച്ച് കേട്ടോ. ഡ്രസ്സ് പോരുത്, വേഗം പാറ്റിക്കും. നമുക്കപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടങ്ങ് പോകട്ടോ. പിന്നെ നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങണ്ടല്ലോ അല്ലേ? ആൻസി, എനിക്ക് പനിക്കാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. തലയൊക്കെ നല്ല വേദന. അപ്പോൾ ഡ്രസ്സ് വേഗം മാറി കൊടുത്തിട്ട് നമുക്ക് പോവാവേ. ഇവിടെ ഫുള്ള് സെറ്റപ്പ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ പകുതി കടയും തുറന്ന് വരുന്നേ ഉള്ളേ. ഇപ്പോൾ അതൊക്കെ എല്ലാ കടയും തുറന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പാരീസിലെ വിഫിൽ ടവർ. വിഫിലാണ്. നമുക്ക് ഇവിടെ കയറി നോക്കാം ആൻസി, ഇതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെ നമ്മുടെ ഈന്തപ്പനയാണ് കേട്ടോ. ഇപ്പോൾ ഈന്തപ്പന നമ്മുടെ നാട്ടിലൊരു ട്രെൻഡിങ് ആയിട്ടുണ്ട് അല്ലേ? എല്ലാം ഇവിടെ സ്റ്റേജുണ്ട്, സ്റ്റേജിലാണ് പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് റൈസ് ആട്ടോ പറഞ്ഞേ. 2 പേർക്കും, ആൻസിക്കും അതെ കുഞ്ഞാറ്റയ്ക്കും അതെ, ഫ്രൈഡ് റൈസ് വിട്ടൊരു കളിയില്ല. മെയിൻ കാര്യം എന്താണെന്നറിയോ? എന്താ? ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര എരിവായിരിക്കും. ഇതിന് ഒരു എരിവും ഉണ്ടാവില്ല. കൊച്ചിനും കഴിക്കാം, ആർക്കും വേണമെങ്കിലും കഴിക്കാം. എരിവ് താല്പര്യമില്ലാത്തവർക്കൊക്കെ കഴിക്കാം. അതാണ്. അപ്പോൾ അതെ ആൻസി, ഞാൻ എന്തെന്നായിരുന്നു പേര് പറഞ്ഞത്? വസന്തണ്ണൻ എന്നാണോ പറഞ്ഞത്, സെന്തിലണ്ണൻ എന്നാണോ പറഞ്ഞത്? അയ്യോ, സെന്തിലണ്ണൻ അല്ല കേട്ടോ, വസന്തണ്ണൻ. അപ്പോൾ അതെ വസന്തണ്ണൻ. നമുക്ക് അത് മീനാട്ടോ. ഇത് കായ ബജ്ജി കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും, പക്ഷേ മീൻ ബജ്ജി കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും. മീൻ വറുത്തത് ഞാൻ ആദ്യമായിട്ട് കാണാം. മീൻ വറുത്തത് നീ ആദ്യമായിട്ടാണ് കാണുന്നത്? ബജ്ജി, ബജ്ജി, മീൻ ബജ്ജി ആദ്യമായിട്ട് കാണാം. അതത്രേ ഉള്ളൂ. ആ ചട്നി കൂടി നീ ഒന്ന് ഒരു കാബജ്ജി എന്തെങ്കിലും ഒന്ന് കഴിച്ചേ, എങ്ങനെയുണ്ടെന്നോട്ടെ. നല്ല തേങ്ങാ ചട്നി കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറാ? എന്നാ എനിക്കെന്താ എരിവ് കൂടുതലോ? എടി കൊച്ചിന് ഇച്ചിരി കൊടുക്കടി. എന്താ എരിവുണ്ട് കേട്ടോ കുഞ്ഞാ? എന്തായാലും അത് സൂപ്പറായി കേട്ടോ അല്ലേ? സൂപ്പറാ. എന്നാ ഞാനൊന്ന് കഴിക്കാം. താഴെ ഉണ്ടാക്കിയതാ പിന്നെ, അതല്ലേ നമ്മൾ ബജ്ജി ഉണ്ടാക്കി. സൂപ്പർ. ആൻസി ആദ്യമായിട്ട് മീൻ ബജ്ജി കഴിക്കാൻ പോവാണ്. മീൻ ബജ്ജി മറ്റേപ്പാട് കടിച്ച് തിന്നാൻ പറ്റില്ലല്ലോ. ഇത് നമ്മുടെ മറ്റേതാണോ അടി? മറ്റേ മീനാ വറുത്ത് തിന്നുന്നത്. ഉണ്ട്. സൂപ്പറാ ആണോ? നമ്മുടെ മത്തീൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമോ? നങ്ക് മീൻ, ഉണക്കമീൻ മേടിക്കുന്നത്. ഉണക്ക സൂപ്പറാ. അത് നമ്മളന്നേരേ എത്ര നേരം ഇവിടെ ഇരുന്ന് AC-യിൽ എത്ര നേരം വെച്ച്. അപ്പൊ നമ്മുടെ കുഞ്ഞുമുട്ടയ്ക്ക് എന്താ ഇഷ്ടപ്പെട്ടെ? മീനാ? എന്താ കുഞ്ഞാറ്റെ? ഓ എൻ്റെ പൊന്നെ, അത് കേട്ടാ മതി. കൊച്ചി കഴിച്ചില്ലേലും കുഴപ്പമില്ല അല്ലേ? ഇതേ മീൻ നല്ല നുള്ളി കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ആൻസി. മുള്ളു വിഷയം നല്ലതാ. എന്താ കുഞ്ഞാറ്റെ ഇത് ഇതുവരെ കഴിച്ചിട്ടില്ല? ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. 4 വർഷല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ശരിയല്ലേ? നമ്മളങ്ങനെ പറയില്ലല്ലോ. ഇനി നുള്ളി. അപ്പൊ അങ്ങനെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞാറ്റയ്ക്ക് ഇതേ നല്ല ഉറക്കം വരുന്നുണ്ട്. മീമിയൊക്കെ ഇഷ്ടപ്പെട്ടോ കൊച്ചിനെ? മീൻ ബജ്ജി ഇഷ്ടപ്പെട്ടോ? ലൈറ്റ് അടിക്കുന്നതല്ലേ. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ പുതിയ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ഗുഡ് നൈറ്റ്, ബൈ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ് പറ. ടാറ്റ കൊടുക്കുക.